بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم افتح بالخير واجعل عاقبة أمورنا خير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുക കേൾക്കുക എന്നതിലുപരിയായിട്ട് അത് ഉൾക്കൊള്ളാനും പരമാവധി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഷെയ്ഖ്, ലോകപ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം, ഷെയ്ഖ് സയ്യിദ് അൽ കമലി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, മൊറോക്കോക്കാരനാണ്. ലോകത്ത് തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കൂടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ, മൊറോക്കോയിൽ റബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന സാധാരണക്കാരിയായ വൃദ്ധയായ ഒരു സ്ത്രീ അവരുടെ ഒരു അനുഭവം ഷെയ്ഖിനോട് നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ത്രീയുടെ മോള് ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നീട് അവർ മരണപ്പെട്ടു, അള്ളാഹു പുറത്ത് നൽകുമാറാട്ടെ. ആകെ ഒരേ ഒരു മോളാണ്. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻ്റായ മോൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയുന്നില്ല, എന്ത് തിന്നാലും പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവസാനം നോക്കിയപ്പം ഇവർക്ക് ആകെ കഴിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്നത് സ്പെയിനിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രത്യേകതരം എനർജറ്റിക് ഡ്രിങ്കാണ്, ഒരു ജ്യൂസ് മാത്രം, അത് മാത്രമേ കുടിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി എന്ത് തിന്നാലും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇവർ ആവശ്യം ഉണ്ടാകുമ്പം അയൽരാജ്യമായ മൊറോക്കോയുടെ അയൽരാജ്യമാണല്ലോ, അപ്പുറത്താണല്ലോ സ്പെയിൻ, അവിടെ നിന്ന് ഈ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. അവരുടെ ഓർഡർ പ്രകാരം അത് വരും. പിന്നീട് തീരുമ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഇവരുടെ അടുക്കൽ ഇങ്ങനെ ഇത് സാധനം തീർന്നപ്പോൾ ഇവർ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ഓർഡർ കൺഫർമേഷൻ ആക്കിയിട്ട് പറഞ്ഞു, നാളെ ബോർഡറിൽ ഇന്ന സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് സാധനം കൈപ്പറ്റാം, യൂസുഫ് എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് വന്നിട്ട് സാധനം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 4 മണി 5 മണി സമയമാണ് പറഞ്ഞത്. 4 മണി 5 മണി സമയത്ത് ബോർഡറിൽ എത്താൻ വേണ്ടിയിട്ട് ഇവരൊരു 12:30 1 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ്. എന്നിട്ട് കൊണ്ടുവരുന്ന ആ ഡെലിവറി ബോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അവനെ സന്തോഷിപ്പിക്കാൻ മൊറോക്കോയിലെ പ്രത്യേകതരം ഭക്ഷണങ്ങളൊക്കെ ഇവർ പാചകം ചെയ്തു. അങ്ങനെ എല്ലാം തയ്യാറാക്കി ഭക്ഷണ വിഭവങ്ങൾ, പാനീയങ്ങൾ, ചായ പോലെയുള്ള നാസ്തയുടെ പാനീയങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഒരു നേരെ യാത്ര ചെയ്ത്, ഒരു പ്രത്യേകം കൂട്ടി കാറിൽ യാത്ര ചെയ്ത് ബോർഡർ വരെ എത്തി. ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ ബോർഡറിലെത്തി, പറഞ്ഞ ലൊക്കേഷനിൽ പോയി അവിടെ വണ്ടി നിർത്തി പറഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാളുടെ അടുത്ത് പോയിട്ട്, യൂസുഫ്? അതെ, ഞാൻ യൂസുഫാണെന്ന് പറഞ്ഞു. അയാളെ വണ്ടിയുടെ അകത്തേക്ക് വിളിച്ചു ഇരുത്തി ഈ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളൊക്കെ കൊടുത്തു. അയാൾ നല്ലോണം തിന്നു, കുടിച്ചു, വയറ് നിറഞ്ഞതിന് ശേഷം ഈ സ്ത്രീ അയാളോട് ചോദിച്ചു, എവിടെ പാക്കേജ്, എവിടെ ഡെലിവറി എവിടെ? അയാൾ ചോദിച്ചു, എന്ത് പാക്കേജ്, എന്ത് ഡെലിവറി? അപ്പോൾ നിൻ്റെ പേര് യൂസുഫ് അല്ലേ? യൂസുഫ് തന്നെയാണ്. പിന്നെ പാക്കേജ്, എന്ത് പാക്കേജ്? പിന്നെ എന്തിനാണ് നീ വണ്ടിയിൽ കയറിയിരുന്നത്? നിങ്ങൾ എന്നോട് പേര് ചോദിച്ചു, എൻ്റെ പേര് യൂസുഫ് ആയതുകൊണ്ട് ഞാൻ ആണെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ക്ഷണിച്ചു, ഞാൻ ഇരുന്നു, തന്ന നാസ്ത ഞാൻ കഴിച്ചു, ഇനി വേറൊന്നും പ്രത്യേകിച്ചില്ല, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അയാൾ ഇറങ്ങിപ്പോയി. ഒരു പെട്ടെന്ന് പരിഭ്രാന്തരായിട്ട് രണ്ടാമതൊന്നും കൂടി ആ സ്ഥലത്ത് പോയി അവിടെ നോക്കിയപ്പോൾ വേറൊരാൾ അവിടെ നിൽക്കുന്നു. അയാളോട് ചോദിച്ചിട്ട്, യൂസുഫ്? അതെ, ഞാനും യൂസുഫാണ്. പാക്കേജ് എവിടെ? ആ പാക്കേജ് അയാൾ ഇവർ കൈ കൊടുത്തു. അത് വാങ്ങി ഇവർ തിരിച്ചു വന്നു. പെണ്ണുങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ്, 2 പേരുടെയും പേരും യൂസുഫാണ്. ഷെയ്ഖ് പറയാണ്, ഈ അനുഭവം ഞാൻ പറഞ്ഞത്, സാധാരണക്കാരിയാണ് ഈ സ്ത്രീ, വലിയ ദീനിയായ ഇൽമുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത സ്ത്രീയാണ്. ഈ അനുഭവം പറഞ്ഞതിന് ശേഷം സാധാരണക്കാരായ ആമിയായ ഈ സ്ത്രീ പണ്ഡിതനായ എന്നോട് പറഞ്ഞു, ഷെയ്ഖേ, ആ സമയത്ത് അള്ളാഹു എന്നോട് ഇപ്രകാരം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, പെണ്ണേ, നീ ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ചത് ഈ യൂസുഫിനാണ്, പക്ഷെ ഞാൻ വിചാരിച്ചത് ആ യൂസുഫിന് ഭക്ഷണം കൊടുക്കണമെന്നാണ്. ഞാൻ വിചാരിച്ചത് നടന്നു, നീ വിചാരിച്ചത് നടന്നില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ റബ്ബ്.
നമ്മുടെ റബ്ബ് വിചാരിച്ചത് മാത്രമേ നടക്കൂ. അവൻ വിചാരിച്ചത് മാത്രമേ ഈ ലോകത്ത് നടക്കും. അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഈ ലോകത്ത് നടക്കില്ല. എന്നിട്ട് ഷെയ്ഖ് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആ യൂസുഫിൻ്റെ റിസ്കിൽ ഈ മൊറോക്കോയിലെ വലിയ കൂടിയ തരം ഭക്ഷണം അവന് കിട്ടണം, കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ റിസ്ക് അവനിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു നടത്തിയ തർത്തീബിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ട് 12:30 മണിക്ക് അള്ളാഹു എഴുന്നേൽപ്പിച്ചു. കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് അവർ ഉറക്കമൊക്കെ മാറ്റി വെച്ച് അടുക്കളയിൽ പോയി തണുപ്പൊക്കെ സഹിച്ച് അവിടെ നിന്ന് ഭക്ഷണം പാചകം ചെയ്തു. എന്നിട്ട് കിലോമീറ്ററുകളോളം അവരെ കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? ഒരു പരിചയവുമില്ലാത്ത ആദ്യത്തെ യൂസുഫിന് എഴുതി വെച്ച റിസ്ക് അവരെ കൈകൊണ്ട് നൽകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് നമ്മുടെ റബ്ബ് നമുക്ക് എഴുതി വെച്ച റിസ്ക് അതെങ്ങനെയായാലും നമ്മുടെ അടുക്കലേക്ക് എത്തും. അള്ളാഹു മരിച്ചുപോയ ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ആ പെൺകുട്ടി മരിച്ചുപോയി. നമ്മളിപ്പോൾ ഈ അനുഭവം പറയാനുള്ള കാരണം ബദറുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യം. കാരണം അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ എന്തും എളുപ്പമായി തരും. ബദറിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് ബദർ. കാരണം മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അത് വെറും ബദറിൽ മാത്രമുള്ള അനുഭവമല്ല. അള്ളാഹുവിനെ കൂടെ നിർത്തിയാൽ എവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ അവൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും. അള്ളാഹു നമുക്ക് ഈമാനിൽ അടിയുറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവസാനം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ധൈര്യത്തെക്കുറിച്ചാണ്. നമുക്കുണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞു. റസൂലുള്ള എത്രമാത്രം ശക്തമായ രീതിയിൽ പോരാടി എന്നതിനെക്കുറിച്ചൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ള എപ്പോഴും സൈന്യത്തെ നിർത്തിയിരുന്ന രീതി തന്നെ ഒരു പ്രത്യേക തരത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഉഹദിലാകട്ടെ ബദറിലാകട്ടെ ഏത് യുദ്ധത്തിലായാലും എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജി മൂലം റസൂലുള്ള എപ്പോഴും ശത്രുവിനെ സർപ്രൈസ് ആക്കുമായിരുന്നു എന്നാണ്. അവർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും യുദ്ധത്തിൽ റസൂലുള്ള ഒരുക്കി വെക്കുമായിരുന്നു എന്നാണ്. ഏത് കോളേജിൽ പോയിട്ട് റസൂലുള്ള അതൊക്കെ പഠിച്ചത്? ഏത് യൂണിവേഴ്സിറ്റി പോയിട്ട് ഏത് ബിരുദെടുത്ത്? ഒന്നുമില്ല. പക്ഷേ ബദറിലാകട്ടെ യുദ്ധത്തിലാകട്ടെ ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം റസൂലുള്ള എപ്പോഴും ഒളിപ്പിച്ച് സർപ്രൈസ് ആക്കിയിട്ട് വെക്കുന്ന. ബദറിൽ എന്തായിരുന്നു അങ്ങനത്തെ ഒരു മുന്നേറ്റം? അറബികൾക്ക് അല്ലെങ്കിൽ ഖുറൈശികൾക്ക് അതുവരെ പരിചയമില്ലാത്ത രീതിയായിരുന്നു ഈ യോദ്ധാക്കളെ സഫുകളാക്കി നിർത്തുക എന്നുള്ള ഏർപ്പാട്. അവർ രണ്ട് സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കണ്ടുമുട്ടും. ഇവിടുന്നും രണ്ടുപേരും ഓടി ഇരുമ്പി ആർത്ത് പരസ്പരം യുദ്ധം ചെയ്യും, പോരാട്ടം നടക്കുമെന്നല്ലാതെ സഫുകളായി നിർത്തിയിട്ടുള്ള ഒരു പോരാട്ട രീതി അറബികൾക്ക് പരിചയമില്ലാത്തതായിരുന്നു. അവിടെയാണ് റസൂലുള്ള ആദ്യത്തെ സഫിൽ അമ്പെയ്ത്തുകാരെ നിർത്തി. അതെന്തിനാ? കുതിരയിൽ പടയാളികൾ വരുമ്പോൾ വന്ന് ഇവിടെ എത്തുന്നത് വരെ അമ്പെയ്ത്തിട്ട് അവരെ പലരെയും തകർക്കാമല്ലോ, പലരെയും കൊല്ലാലോ. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അമ്പെയ്ത്ത് പടയാളികളെ നിർത്തി. അതിനുശേഷം കുന്തവുമായിട്ടുള്ള ആളുകൾ നിർത്തി. ആകെ 350 പേരേ ഉള്ളുവെങ്കിലും റസൂൽ അതിനൊരു പ്രത്യേക തർത്തീബിൽ നിർത്തി. അതിനുശേഷമാണ് വാൾ പടയാളികളെ വാളുമായിട്ടുള്ളവരെ നിർത്തിയത്. ഇതൊരു പ്രത്യേകതര രീതിയായിരുന്നു. ഇത് കണ്ട മാത്രയിൽ തന്നെ ശത്രുക്കളുടെ ശക്തി അല്ലെങ്കിൽ മാനസിക ധൈര്യം അല്പം ചോർന്നു പോയിന്നാണ്. കാരണം ഇങ്ങനൊരു രീതി അവർ കണ്ടിട്ടില്ല. അത് ഭയങ്കര ഉപകാരപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഈ ഒന്നാമത്തെ ടീമിനും രണ്ടാമത്തെ ടീമിനും മൂന്നാമത്തെ ടീമിനും പ്രത്യേകതരമായ 3 കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ അമ്പെയ്യണം, ശത്രുക്കൾ എവിടെ എത്തുമ്പോൾ നിങ്ങൾ അമ്പെയ്ത്ത് തുടങ്ങണം, എത്ര അമ്പുകൾ നിങ്ങൾ അമ്പെയ്യണം, എത്ര എണ്ണം ബാക്കിയാക്കണം, എങ്ങനെയൊക്കെയുള്ള വ്യക്തമായ നിർദ്ദേശം നൽകി. അതിനുശേഷം പ്രകൃതിപരമായ ശക്തികളെപ്പോലും റസൂലുള്ള കൂടെ നിർത്തിയെന്നാണ് ഇമാം മഖ്രിസി റഹിമഹുല്ല പറയുന്നുണ്ട്. അന്നത്തെ ദിവസം രാവിലെ സഫ് ഇങ്ങനെ കെട്ടുന്ന സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ സഫിനെ പടിഞ്ഞാറേക്ക് തിരിച്ച് നിർത്തുകയും സൂര്യൻ അവരുടെ പിന്നിലാക്കുകയും ചെയ്തു. അതായത് സൂര്യൻ്റെ പ്രകാശം മുസ്ലിമീങ്ങളുടെ പെരടിയിലേക്ക് എത്തുന്ന തരത്തിലാണ് സഫാക്കിയിട്ട് നിർത്തിയത്. അതിനങ്ങനെ നിർത്തിയത് സൂര്യനെ പോലും തങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി റസൂലുള്ള ഉപയോഗിക്കുമായിരുന്നു. അതായത് സഹാബാക്കളുടെ പെരടിയിലാണ് സൂര്യൻ വെളിച്ചം അടിക്കുന്നുണ്ടെങ്കിൽ മുമ്പിൽ നിന്ന് വരുന്ന ശത്രുക്കളുടെ എവിടെയായിരിക്കും സൂര്യൻ അടിക്കുക? അവരുടെ മുഖത്ത്, കണ്ണിലാണ് അടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുതിച്ച് പായാൻ അവർക്കതൊരു തടസ്സമാകും. കണ്ണിൽ വെളിച്ചടക്കും. നമ്മൾ നട്ടുച്ച നേരത്തെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ആ മിററിൻ്റെ മേലെ മറ്റേ സാധനം താത്തിയിടില്ലേ? കാരണം എന്താ? നമുക്ക് ആ വെളിച്ചടിക്കുമ്പോൾ ചിലപ്പോൾ മുമ്പിൽ കാണാനും ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ സൂര്യനെപ്പോലും തങ്ങളുടെ ഫേവറിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി പഠനം നടത്തിയിട്ട് അതിനെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ പറഞ്ഞതുപോലെ സഹാബാക്കളെ പറഞ്ഞ് ആവേശം കയറ്റി. സഹാബാക്കൾക്ക് മുഴുവൻ ആവേശമായി. ഒരു ഈത്തപ്പഴം നിന്നാൽ പോലും ആ സഹാബി കാത്തു നിന്നില്ല. അദ്ദേഹം രണാങ്കണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ടെൻറ്റിലേക്ക് പോകുന്നത് ദുആ ചെയ്യാൻ. അതുവരെയും സൈന്യത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ടെൻറ്റിലേക്ക് പോയി അവിടെ നിന്ന് ശക്തമായ രീതിയിൽ തന്നെ ദുആ ചെയ്തു. അവസാനം നബി തങ്ങളുടെ മേൽമുണ്ടൊക്കെ താഴെ വീണു. അങ്ങനെ ചോദിച്ച് കൈയുയർത്തി ചോദിച്ച ആ ശക്തി കാരണം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എടുത്തു കൊടുത്ത് റസൂലുള്ളാഹിനെ പുതപ്പിച്ചു, നബിയെ മതി, നിർത്ത്, അങ്ങേക്ക് ഇന്നല്ലാഹ മുൻജിസുൻ വഅദക്, അള്ളാഹു അങ്ങേക്ക് നൽകിയ വാഗ്ദാനം അവൻ പൂർത്തിയാക്കും, ഇനിയെങ്കിലും ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞ് അബൂബക്കർ പിടിച്ചിരുത്തുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ നിന്ന് ദുആ ചെയ്തു. അവസാനം സന്തോഷ വാർത്ത കിട്ടി. ഇസ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരുന്ന സന്ദർഭം അവസാനം അള്ളാഹു ഉത്തരം നൽകി, ഞാൻ 1000 മലക്കുകൾ കൊണ്ട് ആദ്യം സഹായിക്കും, പിന്നീട് നിങ്ങൾ ക്ഷമിച്ചാൽ 3000 മലക്കുകളെ വീണ്ടും ഇറക്കും, പിന്നെയും നാം വേണമെങ്കിൽ 5000 മലക്കുകളെ ഇറക്കി സഹായിക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു വാഗ്ദാനം ചെയ്തു. അത് കേട്ട ഉടനെ പിന്നെ ടെൻറ്റിലിരുന്നില്ല, പിന്നെ ചോദിക്കാനുള്ളത് ചോദിച്ച് വാങ്ങിയെടുത്തപ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പടച്ചട്ടയൊക്കെ ധരിച്ചിട്ട് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണാങ്കണത്തിലേക്ക് ചാടി വീണു. അവിടെ താഴെ ഉണ്ടായിരുന്ന കുറച്ച് മണൽ വാരിയിട്ട് റസൂൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞു, നശാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞു. ചരിത്രകാരന്മാർ പറയുന്നു, അതിനുശേഷം ആ ശത്രുക്കളിൽ നിന്നുള്ള ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരുടെ മുഖത്തും കണ്ണിലും ഒക്കെ മൂക്കിലും ഒക്കെ ആയിട്ട് അവരതുകൊണ്ട് ഇടങ്ങേറായിരുന്നു. അതിനെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നബിയെ, എറിയുന്ന സമയത്ത് അങ്ങല്ല ശരിക്കും എറിഞ്ഞത്, കൈകൊണ്ട് എറിഞ്ഞത് അങ്ങാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ ഉന്നം കൊള്ളിപ്പിച്ചതും മുഴുവൻ ശത്രുക്കളുടെ കണ്ണിലും മൂക്കിലും ഒക്കെ ആക്കി. അത് വിജയത്തിന് പ്രധാന ഒരു ഘടകമായി ഭവിച്ചു എന്നാണ്. അപ്പം അവിടെയും റസൂലുള്ള ഉണ്ട്. പിന്നെ നമ്മൾ അലി റളിയല്ലാഹു പറഞ്ഞതുപോലെ കേട്ടല്ലോ, ഏറ്റവും അടുത്ത് ശത്രുക്കളുമായി നിന്ന് പോരാടിയിരുന്നത് ആരായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അധികം ശക്തമായി പോരാടിയിരുന്നതും റസൂൽ. ഞങ്ങൾക്ക് പേടി വന്നപ്പോൾ ഞങ്ങൾ ആരുടെ പിന്നിലാണ് മറയാക്കി നിന്നിരുന്നത്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടുകൂടി നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണ തീരുക. പണ്ട് മുതലേ നമ്മൾ വിചാരിച്ചിരുന്നത് ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം വെറും ടെൻറ്റിലിരുന്ന് ദുആ ചെയ്യുക മാത്രമായിരുന്നു എന്ന നമ്മുടെ തെറ്റിദ്ധാരണ മാറുകയായിരുന്നു. മറിച്ച് ബദറിൽ സജീവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ മുഖത്ത് മണ്ണൊക്കെ വാരി എറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അള്ളാഹു മലക്കുകളെ അയക്കുന്നത്. മലക്കുകൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി, മീകായിൽ, ഇസ്രാഫീൽ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട മലക്കുകളും ഇറങ്ങി. പല മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും മലക്കുകളെ നേരിട്ട് കണ്ടു. അവർ വെള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ചിലർ മഞ്ഞ തലപ്പാവ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല അടയാളങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഒരു സഹാബി പറയാം, അബൂദാവൂദ് അൽ മാസിനി റളിയല്ലാഹു അൻഹു പറയാം, ഇന്നി ല അത്ബഉ റജുലൻ മിനൽ മുശ്രിക്കീന ലിഅദ്രിബഹു. ഞാൻ മുശ്രിക്കീങ്ങളിൽ നിന്ന് പല ആളുകളെയും വെട്ടാൻ വേണ്ടി ഇങ്ങനെ അവരെ പിന്നാലെ പോകുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വാൾ അവരുടെ കഴുത്തിലേക്ക് എത്തുന്നതിന് പകരം ഉടലിൽ നിന്ന് കഴുത്തിങ്ങനെ പറന്നു പോകുന്നത് കാണാമായിരുന്നു എന്നാണ്. എൻ്റെ വാൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവൻ്റെ തലയിൽ നിന്ന് ഉടലിൽ നിന്ന് തല തെറിച്ചു പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാനല്ല കൊന്നത്, എനിക്ക് മുമ്പ് വേറെ ആരോ കൊന്നിട്ടുണ്ട്. ആരാത്? മലക്കുകളായിരുന്നു. അതേപോലെ വേറൊരു സഹാബി പറയാണ്, ഞാനൊരു ശത്രുവിൻ്റെ പിന്നാലെ ഇങ്ങനെ അവനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ശത്രുവിൻ്റെ മുകളിൽ നിന്നായിട്ട് അഖ്ദിം ഹൈസൂം എന്ന് പറയുന്നുണ്ട്. ഹൈസൂം എന്ന് പറഞ്ഞാൽ കുതിര, മലക്ക് സഞ്ചരിക്കുന്ന കുതിരയുടെ പേരാണ്. അപ്പോൾ അഖ്ദിം ഹൈസൂം എന്നൊരാൾ പറയുന്ന കേട്ടു, ഹൈസൂം ബേമ്പോ എന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളെ നോക്കിയപ്പോൾ അയാൾ മറിഞ്ഞു വീഴുന്നത് കണ്ടു. നോക്കുമ്പം അയാളുടെ മുഖത്ത് ഒരു ചാട്ടവാറ് കൊണ്ട് അടിച്ചതുപോലെയുള്ള മൂക്ക് മുറിഞ്ഞിട്ടുണ്ട്, മുഖത്ത് നീളത്തിൽ ഇങ്ങനെ അടയാളങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തോടിപ്പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരാൾ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വീഴുന്നു, അയാളുടെ മുഖത്ത് അടയാളങ്ങളൊക്കെ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ്, നീ പറഞ്ഞത് സത്യമാണ്, ദാലിക മദദുൻ മിനസ് സമാഇ സാലിസ, അത് 3ാം ആകാശത്തുള്ള കുറച്ച് മലക്കുകളുടെ പണിയാണ് എന്ന് പറഞ്ഞു. അതായത് എല്ലാ ആകാശത്തു നിന്നും വന്ന് മലക്കുകൾ ഇറങ്ങി റസൂലുള്ളാഹിക്ക് സഹായം നൽകിയിരുന്നു. അങ്ങനെ അവസാനം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ബദർ യുദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിർബന്ധപൂർവ്വം പങ്കെടുക്കേണ്ടി വന്നതാണ്, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞിട്ട്, നിങ്ങൾ അവരെ കണ്ടാൽ കൊന്നു കളയരുത്, കാരണം ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട തീരെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത നിർബന്ധപൂർവ്വം പുറപ്പെടേണ്ടവരിൽ പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തിയപ്പോൾ അബ്ബാസ്, ഒരു അൻസാരി സഹാബിയാണ് പിടിച്ചുകൊണ്ടുവന്നത്, ഒരു പാവം. റസൂലുള്ളാഹിന്റെ അബ്ബാസ് പറഞ്ഞു, ഇന്ന ഹാദാ വല്ലാഹി മാ അസ്റനി, അല്ലാഹുവിന്റെ റസൂലേ, ഇവനല്ല എന്നെ പിടിച്ചത്, മറിച്ച് എന്നെ പിടിച്ചത് കാണാൻ നല്ല മൊഞ്ചുള്ള, ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരാളെ കണ്ടിട്ടില്ല, ഏറ്റവും മുന്തിയ തരം കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അയാളാണ് എന്നെ പിടിച്ചു കൊണ്ടുവന്നത്, മാ ഉറാഹു ഫിൽ ഖൗം, പക്ഷെ ഇപ്പം അയാളെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൻസാരി സഹാബി അല്ല, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തന്നെ പിടിച്ചത് എന്ന് പറഞ്ഞ് അൻസാരി സഹാബി നിർബന്ധം പിടിക്കാൻ തുടങ്ങി. റസൂലുള്ള അൻസാരി സഹാബിന് പറഞ്ഞു, ഉസ്കുത്, മിണ്ടാതിരിക്കി, ഫൈന്നഹു മലക്കും മിനൽ മലായിക, കാരണം നിന്നെ സഹായിച്ചത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നിന്നുള്ള ഒരു മലക്കാണ്, അതുകൊണ്ട് മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇങ്ങനെ മലക്കുകളൊക്കെ ഇറങ്ങി സഹായിക്കാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ മെയിൻ വില്ലന് വെപ്രാളായി. ആരാ മെയിൻ വില്ലൻ?
അബൂജഹലല്ല, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരുടെ കോലത്തിൽ അവൻ വന്നിട്ടുള്ളത്? സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കോലത്തിലാണ് ഇബ്ലീസ് ഇവിടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. മലക്കുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ കണ്ടതോടുകൂടി അവന് വെപ്രാളായി. സുറാഖ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് വലിയ ധൈര്യമായിരുന്നു, ആത്മവിശ്വാസമായിരുന്നു, മനോധൈര്യമായിരുന്നു. ഇവൻ ബേജാറായിട്ട് ഇവൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. മുശ്രിക്കീങ്ങളൊക്കെ സുറാഖയെ പൊതിഞ്ഞു. എങ്ങോട്ട് ഓടുന്നത്? നീ എവിടെയാ പോകുന്നത്? നീയല്ല ഞങ്ങൾക്ക് ശക്തി തന്നത്, നീയല്ല നമുക്ക് പിന്തുണ നൽകിയത്. ആ സമയത്ത് ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ് ഇന്നി ബരീഉ മിൻക ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. സുറാഖ മുശ്രിക്കീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കാണാത്ത പലതും ഞാനിപ്പം കാണുന്നുണ്ട്. ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, പണി പാളിയിട്ടുണ്ട്, അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞ് ആ കൈ പിടിച്ചവരുടെ കൈ കുടഞ്ഞിട്ട് സുറാഖ ഓടുകയും കടൽ തീരത്തേക്ക് ഓടി അവസാനം കടലിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു എന്നാണ്. കാരണം സുറാഖ അല്ലായിരുന്നു അത്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസും കൂടി പോയി. അതോടുകൂടി സുറാഖ, അവരുടെ മെയിൻ വിശ്വാസമായിരുന്ന ആത്മധൈര്യമായിരുന്ന സുറാഖയും പോയി. അതോടുകൂടി മുശ്രിക്കുകൾ വീണ്ടും തകർന്നടിയാൻ തുടങ്ങി. ഈ സമയത്താണ് മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്ന അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവൻ മറിഞ്ഞു വീഴുന്നത്, അവൻ വധിക്കപ്പെടുന്നത്. ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാത്ത വളരെ സുന്ദരമായ ഒരു സംഭവമാണ് അബൂജഹലിൻ്റെ വധവുമായി ബന്ധപ്പെട്ട സഹാബാക്കളുടെ ത്യാഗവും മറ്റും. ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും സഹിഹായ റിവായത്തിലൂടെ ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ അവരുടെ കിതാബുകളിൽ ഉദ്ധരിക്കുന്ന സംഭവം. ആരാ സംഭവം? റിവായത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ബൈനമ അന വാഖിഫുൻ ഫി സഫ് യൗമ ബദർ. ബുഖാരി മുസ്ലിമിലെ ഹദീസാണ്, നമുക്ക് അത് അങ്ങനെ വായിക്കാം, അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. അപ്പോൾ ഞാൻ ബദറിൽ സഫിൽ നിൽക്കുന്ന സമയത്ത് ഫനദർതു അൻ യമീനി വഅൻ ശിമാലി, ഞാൻ എൻ്റെ വലതും ഇടതും നോക്കി. ഫഇദ അന ബി ഗുലാമൈനി മിനൽ അൻസാർ ഹദീസത്തിൻ ഹസ്നാനുഹുമ, നോക്കുമ്പോൾ എൻ്റെ രണ്ട് ഭാഗത്തും വളരെ ചെറിയ പ്രായമുള്ള രണ്ട് അൻസാരി യുവാക്കളാണുള്ളത്. ചിലർ പ്രസംഗത്തിൽ വൈകാരികതയ്ക്ക് വേണ്ടി ചെറിയ കുട്ടികൾ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ പ്രായമുള്ള കുട്ടി ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് തന്നെ 14 അല്ലെങ്കിൽ 16 പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രായം കുറവാണ് എന്ന് റിവായത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടിയെന്നല്ല, യുവാക്കളായിരുന്നു. 17, 18 വയസ്സുള്ള ചെറിയ പ്രായക്കാരായ രണ്ട് യുവാക്കളാണ് എൻ്റെ രണ്ട് ഭാഗത്തുള്ളത്. അബ്ദുറഹ്മാൻ ഔഫ് പറയാ, തമന്നൈതു അൻ അകൂന ബൈന അദ്ലഅ മിൻഹുമ, ഞാൻ തന്നെ വിചാരിച്ചു പോയി, ഞാൻ കുറച്ചും കൂടി ഉഷാറുള്ള ആളുകളുടെ ഇടയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ രണ്ട് കുട്ടികളുടെ ഇടയിലായിപ്പോയല്ലോ, പടച്ചോനെ എന്താവും എന്ന് എനിക്കൊരു ചെറിയ ബേജാറ് വന്നു. ഈ സമയത്ത് ഫഗമസനി അഹദുഹുമ, അവരിൽ ഒരാൾ പതുക്കെ എൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചു. എന്നിട്ട് ചോദിച്ചു, യാ മാമ ഹൽ തഅരിഫു അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ അറിയാം. മാ ഹാജതുക ഇലൈഹി യാ ഇബ്ന അഖി, സഹോദരപുത്ര നിനക്ക് അവനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വിവരം നൽകപ്പെട്ടു ആ വൃത്തികെട്ടവൻ എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാറുണ്ടായിരുന്നു, എനിക്കതെന്ന് ആരോ പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വല്ലദീ നഫ്സി ബിയദിഹി ലഇൻ റഅയ്തുഹു ലാ യുഫാരിഖു സവാദി സവാദഹു ഹത്താ യമൂത ലഅജലു മിന്ന, അല്ലാഹുവാണ് സത്യം, ഇന്നേ ദിവസം ഞാൻ അവനെ കണ്ടുമുട്ടുമെങ്കിൽ ഞാൻ അവനെ വിട്ടുപിരിയുക തന്നെയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് അള്ളാഹു ഏറ്റവും ആദ്യം മരണം വിധിച്ചത്, അയാൾ മരിക്കുന്നത് വരെ ഞാൻ അവനെ വിട്ടുപിരിയില്ല. അതായത് ഒന്നെങ്കിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ അബൂജഹലിനെ കൊല്ലും. ചെറിയ പ്രായക്കാരനായ 17, 18 വയസ്സുള്ള ഒരു യുവാവ് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ആകെ പേടിച്ചു, ഞാൻ ആകെ പേടിച്ചു എന്നാ. ഫഗമസനി അല്ലാഹർ, അപ്പോഴുണ്ട് ഇപ്പുറത്തുനിന്ന് മറ്റേ ആളും എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. ആദ്യത്തെ ആൾ മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹാണ്. രണ്ടാമത്തെ ആൾ മുഅവ്വിദ് ഇബ്നു അഫ്ര എന്ന് ഉപ്പാൻ്റെ പേരാണ് മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുമ. രണ്ടാമത്തെ ആൾ എന്നെ പിടിച്ചു വലിക്കുന്നു. അയാൾക്ക് എന്താ വേണ്ടത്? നോക്കുമ്പോൾ അയാളും ഇതേ വാക്കുകൾ തന്നെ പറഞ്ഞു, അബൂജഹലിനെ കാണിച്ചു തരണം, കാരണം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ ചീത്ത വിളിക്കാറുണ്ടായിരുന്നു എന്നെനിക്ക് പണ്ട് മുതലേ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്താണ് അബീജഹൽ യജൂലു ഫിന്നാസ്, ഈ സമയത്തുണ്ട് അബൂജഹൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് ശക്തമായി ഘോരഘോരം പോരാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഖുൽതു അല ഇന്ന ഹാദാ സാഹിബുകുമാ അല്ലദീ സഅൽതുമാനി, ഇതാണ് നിങ്ങൾ എന്നോട് ചോദിച്ച നിങ്ങളുടെ ആൾ, പോയി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. ഈ സമയത്ത് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഓടിപ്പോയി. ഫബ്തദറാഹു ബിസൈഫി, പോകുന്ന വയത്ത് അവർ പ്ലാനൊക്കെ ആക്കിന, ആദ്യം നീ ഈ ഭാഗത്ത് പോയിട്ട് അവൻ്റെ കാല് വെട്ടണം, ഞാൻ അവിടുന്ന് കുതിരയെ വെട്ടാന്നൊക്കെ പറഞ്ഞ് പരസ്പരം പ്ലാൻ ചെയ്തിട്ട്, ബുഖാരിയുടെ രൂപത്തിൽ പക്ഷെ അതില്ല. രണ്ടുപേരും ഒരുമിച്ച് പോയി. ഇവിടെ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹു അവൻ്റെ കാലിൽ വെട്ടി താഴെ ഇട്ടു. അപ്പുറത്തുനിന്ന് മറ്റേ സഹാബിയും കയറി വന്ന് ആക്രമിച്ചു. രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറയുന്ന വെട്ടി. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ അവൻ്റെ കരുണയാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കുതിരയുടെ മേലിൽ നിന്ന് താഴേക്ക് വീണു.
ഈ മുആദാണ് വെട്ടി താഴെ ഇട്ടത്. മുഅവ്വിദാണ് രണ്ടാമത് അബൂജഹലിൻ്റെ മുകളിൽ കയറി അവനെ ബാക്കി തീർത്തത്. ഈ സമയത്ത് അബൂജഹലിൻ്റെ തൊട്ട് പിന്നാലെ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, പിന്നീട് മുസ്ലിമായി, റളിയല്ലാഹു അൻഹു വരുന്നുണ്ടായിരുന്നു. ഇക്രിമ ഇത് കണ്ടപാട് ഈ പാവ മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞാഞ്ഞു വെട്ടി. അദ്ദേഹം പറയാം, ഒരു വെട്ട് എൻ്റെ ആത്തിക്കിൽ പെരടിയിൽ കൊണ്ടു, എൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഒരു ചെറിയ നൂൽ കഷ്ണം പോലത്തെ തൊലിയിൽ ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം അതിങ്ങനെ ചുമലിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കൈനെ കൊണ്ട് ഞാൻ, വലത്തെ കൈ കേട്ടോ സോറി, ചുമലിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം യുദ്ധം ചെയ്തിട്ട് അതെനിക്കൊരു തടസ്സമായപ്പോൾ ഞാൻ ആ കൈയിനെ ഇങ്ങനെ താഴെ ഇട്ട് ഒരു കാല് കൊണ്ട് ചവിട്ടി അതിനെ വലിച്ച് പറിച്ചിട്ട് അതിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാണെന്നറിയോ ഇങ്ങനെ വലിച്ചെറിഞ്ഞത്? കാരണം ഇദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഅവ്വിദ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു. കൊന്ന മറ്റേ സഹാബി, ചെറിയ കുട്ടി മുഅവ്വിദ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു. എന്തിനാ? ഞാനാണ് അബൂജഹലിനെ കൊന്നത് എന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹിനെ അറിയിക്കാൻ വേണ്ടി. ഇതും കൂടി ആയപ്പം എളുപ്പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്താൻ വേണ്ടി ഉള്ള കൈ എടുത്ത് ചവിട്ടി പറിച്ചിട്ട് അത് ദൂരത്തേക്ക് എറിഞ്ഞിട്ട് മുആദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് നബി തങ്ങളെ അറിയിച്ചു. അപ്പോൾ അയ്യുക്കുമാ ഖതല, റസൂലുള്ളാഹി അവിടുന്ന് ചോദിച്ചു, ആരാണ് നിങ്ങളിൽ വെച്ച് ആരാണ് കൊന്നത് എന്ന് ചോദിച്ചു. രണ്ടുപേരും പറഞ്ഞു, അന ഖതൽതുഹു യാ റസൂലല്ലാഹ്, നബിയെ ഞാനാ കൊന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വാള് തുടച്ചു കളഞ്ഞോ? അല്ല ഇപ്പോഴും അതിൽ ചോരയുണ്ടോ? പറഞ്ഞില്ല, ഞങ്ങൾ വാള് തുടച്ച് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി രണ്ടുപേരുടെയും വാള് നോക്കിയപ്പോൾ രണ്ടാളുടെ വാളിലും അബൂജഹലിൻ്റെ ചോരയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, കിലാകുമാ ഖതലഹു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അബൂജഹലിനെ കൊന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു നേതാവിനെ നോക്കിയാൽ യുദ്ധത്തിൻ്റെ നടുക്കിരിക്കുമ്പോഴും തൻ്റെ അടുക്കലേക്ക് ഓടി വന്ന ആ രണ്ട് ചെറുപ്പക്കാരെ റസൂലുള്ളാഹി പരിഗണിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും റസൂലുള്ളാഹി ഒരു ഗെയിം കളിക്കുന്ന പോലെ വാള് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരുമാണ് കൊന്നത് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ഈ മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഈ ഒരു കൈയുമായിട്ട് ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വരെ ജീവിച്ചു. ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തെ മരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ സഹാബി ഉണ്ടല്ലോ മുഅവ്വിദ്, ബദരീങ്ങളിൽപ്പെട്ട 14 ശുഹദാക്കളിൽ ഒരാളുടെ പേര് പരതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മുഅവ്വിദ് ഇബ്ൻ അഫ്രാ റളിയല്ലാഹു അൻഹു. പിന്നീടുള്ള യുദ്ധത്തിൽ, ബാക്കി സമയത്തുള്ള യുദ്ധത്തിൽ പാവപ്പെട്ട ആ യുവാവായ ചെറിയ പ്രായക്കാരനായ അബൂജഹലിനെ വെട്ടിവീഴ്ത്തിയ ആ സഹാബി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഷഹാദത്ത് വരിച്ചുകൊണ്ട് യാത്രയായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് 17-18 വയസ്സുള്ള 2 കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളാണ്. നമ്മൾ കുറേ വയസ്സ്, ഇപ്പോഴും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? എല്ലാ പ്രസംഗത്തിലും എല്ലാ സംസാരത്തിലും ഉമ്മത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്, പുതിയ തലമുറയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെന്ത് സമർപ്പിച്ചു എന്നാണ്. ഒരു പാവപ്പെട്ടവൻ അവൻ്റെ കൈ കൊടുത്തു, മറ്റവൻ അവൻ്റെ ജീവൻ തന്നെ കൊടുത്തു. ചെറിയ പ്രായമുള്ളൂ, ഇത്രയും വർഷം, എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ 29-30 വയസ്സായി. ഈ ജീവിതത്തിനിടയിൽ ഞാൻ എന്ത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, ഞാൻ എത്ര വിയർപ്പുതുള്ളികൾ അള്ളാഹുവിന് വേണ്ടി ഉറ്റിച്ചു എന്നൊക്കെ ആലോചിക്കേണ്ട സമയമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സഹാബാക്കളെ പോലെ നമ്മളെയും ആക്കി തീർക്കുമാറാകട്ടെ. അതിനുശേഷം പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് അബൂജഹലിന് എന്ത് പറ്റിയെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂജഹലിന് എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി എഴുന്നേറ്റ വ്യക്തി മെലിഞ്ഞൊരു സഹാബി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാല് കൊടക്കാലാണ്, അതായത് കാൽത്തണ്ട വളരെ നേർന്ന് മെലിഞ്ഞ് ബാക്കി കാലിങ്ങനെ വീതിയുള്ള, അത് ഒരു ന്യൂനതയാണ്. അങ്ങനെയുള്ള അവസ്ഥയുടെ പലരും അദ്ദേഹത്തെ മക്കയിൽ വെച്ച് കളിയാക്കുമായിരുന്നു. ഈ അബൂജഹൽ തന്നെ പലപ്പോഴും യാ റുവൈഇയൽ ഗനം, ആട്ടിടിയൻ ചക്ക എന്ന് പറഞ്ഞ് നിസ്സാരനാക്കിയിട്ട് കളിയാക്കുകയും ആക്രമിക്കുകയും ഒരുപാട് ഇടങ്ങേറാക്കുകയും ചെയ്ത ആ മെലിഞ്ഞ സഹാബി ചാടി എഴുന്നിട്ട്, അതായിരുന്നു അത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചാടി എഴുന്നിട്ട് അബൂജഹലിന് എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി പോയി. അബൂജഹൽ ഒരുപാട് തവണ മക്കയിൽ വെച്ച് ഇദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. നേരെ അബൂജഹലിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവൻ മരിച്ചിട്ടില്ല. 2 സഹാബാക്കളുടെ വെട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ചരിത്രകാരന്മാർ പറയുന്നത് അള്ളാഹു മരിപ്പിക്കാത്തയാന്ന് പറയുന്നത്. കാരണം അവസാനം വരെ മുശ്രിക്കീങ്ങളുടെ അവസ്ഥ കണ്ട്, അവർ പരാജയപ്പെടുന്ന രംഗം കണ്ട് നിന്ദ്യതയും നിസ്സാരതയും ദുഃഖവും വിഷമവും ഒക്കെ അങ്ങേയറ്റം അനുഭവിച്ചിട്ട് മാത്രം മരിച്ചാൽ മതിയെന്ന് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ട് അവനിൽ ചെറിയൊരു ജീവൻ്റെ അംശം ബാക്കിയായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവൻ്റെ അടുക്കൽ പോയി അവൻ്റെ നെഞ്ചത്ത് കാല് കയറ്റി വെച്ചു, അവൻ്റെ താടിയിൽ പിടിച്ചിങ്ങനെ കുലുക്കി, നീയാണോ അബൂജഹൽ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്തും അഹങ്കാരത്തോടുകൂടി പല മറുപടികളും അവൻ പറഞ്ഞു. അതായത് പിന്നെ സാധാരണ നമ്മൾ ഈ ഉമ്മത്തിൻ്റെ ഫിർഔൻ എന്നാണ് അബൂജഹലിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഫിർഔന് ലഅനത്തുല്ലാഹി അലൈഹി അവൻ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്തും നൈൽ നദിയിൽ മുങ്ങാൻ വേണ്ടി പോകുന്ന സമയത്തും ഞാൻ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് ഇനി നിനക്ക് തിരിച്ചു മടങ്ങാനുള്ള അവസരമില്ല. പക്ഷേ അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഫിർഔൻ മരിക്കുന്ന സമയത്തും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, ധാർഷ്ട്യത്തിൻ്റെ വാക്കുകൾ, ധിക്കാരത്തിൻ്റെ വാക്കുകൾ മാത്രമേ പറഞ്ഞു. അവൻ പറഞ്ഞൊരു വാക്ക് ഫല ഉഗയൊരു അക്കാരിൻ കഥലനി, കൃഷിക്കാരനല്ലാത്ത വേറെ ആരെങ്കിലും എന്നെ കൊന്നതിനെ കുറച്ചും കൂടി അഭിമാനം ഉണ്ടാവും. ഇതിപ്പോൾ കൃഷിക്കാരായ അൻസാരികൾ കൃഷിക്കാരാണല്ലോ, കൃഷിക്കാരായ 2 പിള്ളേരല്ലേ എന്നെ കൊന്നത്, കുറച്ചും കൂടി നല്ല പവറുള്ള പ്രതാപമുള്ള ആൾ എന്നെ കൊന്നിരുന്നെങ്കിൽ എന്നാണ് എപ്പോഴാണ് പറയുന്നത്? പറയാൻ പറ്റാത്ത അവസ്ഥയിൽ, നാവൊന്ന് ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ഈ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാവം പൊട്ടിപ്പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാൾ കൊണ്ട് 3-4 വെട്ടി. പക്ഷേ വലാ യഹ്തികു ഫീഹി ഷൈഅ, അവൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഈ വാൾ കൊണ്ട് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ ഫുൾ ഉടയാടകൾ അണിഞ്ഞിട്ടാണ്. ആ സമയത്ത് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നല്ല വിലയേറിയ കൂടിയ വാളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവൻ്റെ കയ്യിലൊന്ന് വെട്ടിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ആ വാൾ വീണു. ആ വാളെടുത്ത് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന മറ്റേ നമ്മൾ പറഞ്ഞല്ലോ മിഗ്ഫർ എന്ന് പറഞ്ഞ സാധനം, മുഖംമൂടി, ആ മുഖംമൂടി മാറ്റി അവൻ്റെ വാൾ കൊണ്ട് തന്നെ, വിലപിടിപ്പുള്ള അവൻ്റെ വാൾ കൊണ്ട് തന്നെ അവൻ്റെ തല വെട്ടി. ഇങ്ങനെ അവനെ കൊലപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അബൂജഹലിനെ പോയി നോക്കി, അബൂജഹലിനെ ഞാൻ കൊന്നിട്ടുണ്ട്. അത്ഭുതത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലഹു, അല്ലാഹുവാണ് ഇബ്നു മസ്ഊദേ നീ പറഞ്ഞത് ശരിയാണോ? ചില റിവായത്തുകളിൽ 3 പ്രാവശ്യം എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു എന്നാ. ഞാൻ പറഞ്ഞു അല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലഹു, അല്ലാഹുവാണ് സത്യം, നബിയെ ഞാൻ അവനെ കൊന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഫസ്തസ്ബിത്, നീ ഒന്നുകൂടി പോയിട്ട് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ ഫൻതലഖ്തു വഅന അസ്ആ മിസ്ല ത്വായിർ, ഒരു പക്ഷിയെപ്പോലെ ഞാൻ പറന്നു ഓടിപ്പോയി. എന്നിട്ട് അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി. സുമ്മ ജിഅ്തു വഅന അസ്ആ മിസ്ല ത്വായിർ, ഒരു പക്ഷിയെപ്പോലെ ഞാൻ പറന്ന് ഓടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. ഞാൻ ആ സമയത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് ഈ വാർത്ത അറിയിച്ചു. നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നബി ഇബ്നു മസ്ഊദിനെയും കൊണ്ട് അവൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹാദാ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഇത് എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഫിർഔനാണ് എന്ന് പറയുകയും ചെയ്തു. അബൂജഹലും കൂടി മരിച്ചപ്പോഴത്തേക്ക് ശത്രുക്കളെല്ലാവരും പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുസ്ലിമീങ്ങളുടെ വിജയം ഉറപ്പായി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നതിനിടയിൽ എല്ലാവരും തിരിഞ്ഞോടി. ഏകദേശം മുസ്ലിമീങ്ങളിൽ നിന്ന് 14ഓളം പേര് ഷഹീദായി, മുശ്രിക്കീങ്ങളിൽ നിന്ന് 70 പേര് ഷഹീദായി, 70 പേരെ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടു. യുദ്ധം ഏകദേശം അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ, സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറഞ്ഞ 2 സഹാബാക്കളെ മദീനത്തേക്ക് അയച്ചു, തങ്ങൾ യുദ്ധത്തിൽ ജയിച്ച സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്. നബി തങ്ങളുടെ പതിവായിരുന്നു ഏത് യുദ്ധം കഴിഞ്ഞാലും അതേ സ്ഥലത്ത് തന്നെ 3 ദിവസം താമസിക്കുമായിരുന്നു. അതെല്ലാ യുദ്ധങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി താമസിച്ചിരുന്നു. പിന്നെ പരിക്കേറ്റവരെ പരിചരിക്കാനുണ്ട്, പിന്നെ ഈ സംഘം തന്നെ രണ്ടാമത് തിരിച്ചു വരുമോ ഇല്ലേന്ന് ഉറപ്പിക്കാനുണ്ട്, പിന്നെ ബാക്കി ശുഹദാക്കളെ മറമാടാനുണ്ട്, ശത്രുക്കൾപ്പെട്ട് മരിച്ചവരുടെ ശരീരം എവിടെയെങ്കിലും കൊണ്ട് ഇടാനുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ യുദ്ധം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി 3 ദിവസം താമസിക്കുമായിരുന്നു. ബദറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം താമസിച്ചു. ഈ സമയത്താണ് റസൂലുള്ളാഹി ഉത്ബത്ത് ഇബ്നു റബീഅ, ഷൈബത്ത് ഇബ്നു റബീഅ, അബൂജഹൽ പോലെയുള്ള മക്കത്തെ പ്രധാനപ്പെട്ട പല ആളുകളെയും ബദറിൻ്റെ കിണറുകളിൽ നിന്നുള്ള ഒരു കിണറിലേക്ക്, ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്. അവിടെ ഇട്ടതിന് ശേഷം ആ കിണറിൻ്റെ പുറത്ത് നിന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കും വല്ലദീ നഫ്സും പിന്നെ ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ യാ ഉത്ബ യാ ഷൈബ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയോ? ഫഇന്നി വജത്തു മാ വഅദനി റബ്ബി ഹഖ, എന്നോട് എൻ്റെ റബ്ബ് വാഗ്ദാനം ചെയ്തത് ഞാനിതാ കണ്ടിരിക്കുന്നു. അല്ലേ, ഞാനൊരു സന്ദേശവുമായി വന്നു, നിങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നില്ലേ? എനിക്കും എൻ്റെ റബ്ബ് വാഗ്ദാനം ചെയ്തത് ഞാനും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലെ അങ്ങെന്താ മരിച്ചവരോട് സംസാരിക്കുകയാണോ? ഇവരങ്ങയുടെ വാക്കുകൾ കേൾക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ ഈ സമയത്ത് എന്നെ ഇവരും കേൾക്കുന്നുണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ലാ പറയാണ്, ആ സമയത്ത് അള്ളാഹു അവർക്ക് ജീവൻ കൊടുക്കുകയും അവർക്ക് റസൂലുള്ളാഹിൻ്റെ വാക്ക് കേൾപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്തിനു വേണ്ടി അങ്ങനെ കേൾപ്പിച്ചത്? അവരുടെ നിസ്സാരതയും ദുഃഖവും വിഷമവും ഒക്കെ ഇരട്ടി ആക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതോടുകൂടി ബദർ യുദ്ധം ഏകദേശം കഴിഞ്ഞു. ബദറിൽ കൊല ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനിയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ പേര് നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച സഹാബി. നമ്മൾ അബൂജഹലിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. ഉമയ്യത്ത് യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടില്ല, അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പറയാത്തത്. യുദ്ധമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് തടവുകാരെ പിടിച്ച് 70ഓളം തടവുകാരെ പിടിച്ചപ്പം അതിലൊരാളായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. പക്ഷേ തടവുകാരുടെ കൂട്ടത്തിൽ തന്നെ 2-3 ആളുകൾ, അതായത് ഏറ്റവും ക്രൂരന്മാരായ, പണ്ട് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ദ്രോഹമേൽപ്പിച്ച നദർ ബിൻ ഹാരിസ്, അതുപോലെ തന്നെ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത്. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പണ്ട് ഒരു തുണി കൊണ്ട് കഴുത്ത് മുറുക്കി കൊല്ലാനൊക്കെ ശ്രമിച്ച മുശ്രിക്കുണ്ടല്ലോ, ഇവരൊക്കെ റസൂലുള്ളാഹി തടവുകാരായി പിടിക്കപ്പെട്ടതിന് ശേഷം കൊല്ലാൻ പറഞ്ഞു. കാരണം അവർ അത്രയും വൃത്തികേട് ചെയ്തതുകൊണ്ട്.
ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഉമയ്യത്ത് ഇങ്ങനെ പേടിച്ച് വരച്ച് തടവുകാരുടെ കൂട്ടത്തിൽ നിൽക്കുക. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളിലെ പ്രധാനപ്പെട്ട സഹാബി, അതിലൂടെ നടന്നു പോകുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജന്മം നൽകുന്ന സമയത്ത് ആമിന ബീവിയുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ്. ആമിന ബീവിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ഉമ്മയും തമ്മിൽ ചങ്ങായിമാരായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ജന്മം നൽകുന്ന സമയത്ത് ആ റൂമിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എന്നാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലൂടെ മുസ്ലിമായ സഹാബിയാണ്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെയും ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെയും ഇടയിൽ പണ്ട് മുതലേ ഒരു ചങ്ങാത്തമുണ്ട്. ചെറുപ്പത്തിൽ അവർ കളിച്ച് വളർന്ന് ഒരുമിച്ച് വലുതായവരാണ്. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം അബ്ദു അമ്ർ എന്നായിരുന്നു, അമ്രിൻ്റെ അടിമ എന്നായിരുന്നു. മുസ്ലിമായപ്പോൾ അദ്ദേഹം റഹ്മാനായ റബ്ബിൻ്റെ അടിമ എന്ന അർത്ഥത്തിൽ അബ്ദുറഹ്മാൻ എന്ന പേര് മാറ്റി. പക്ഷെ ഉമയ്യത്തിന് ഈ പേര് ഇഷ്ടമല്ല. ഉമയ്യത്തോട് ഇതെന്തൊരു പേരാ, ഞാൻ നിന്നെ പണ്ടത്തതുപോലെ അബ്ദു അമർ എന്ന പേരിൽ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ പറയും റളിയല്ലാഹു അൻഹു, നീ അങ്ങനെ വിളിച്ചാൽ ഒരിക്കലും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കൂലാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫും പറയും. അപ്പോൾ എപ്പോഴൊക്കെ ഉമയ്യത്ത് ബിൻ ഖലഫ് അബ്ദു അമർ എന്ന് വിളിക്കുമോ അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തിരിഞ്ഞു നോക്കൂല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് വിളിക്കണ്ടേ. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് അവസാനം പറയും, എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, അബ്ദുൽ ഇലാഹ് എന്ന് ഞാൻ നിന്നെ വിളിക്കാം. അബ്ദുറഹ്മാൻ എന്ന് എന്തായാലും ഞാൻ വിളിക്കില്ല, കാരണം റഹ്മാൻ മുഹമ്മദ് പുതുതായി ഉണ്ടാക്കിയ പേര്. അബ്ദുൽ ഇലാഹ്, ഇലാഹ് രക്ഷിതാവ്, അതെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണല്ലോ. ഞാൻ നിന്നെ അബ്ദുൽ ഇലാഹ് എന്ന് വിളിക്കാം. അതിനുശേഷം എപ്പോഴും അബ്ദു അമർ എന്ന് വിളിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തിരിഞ്ഞു നോക്കൂലായിരുന്നു. അബ്ദുൽ ഇലാഹ് എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമായിരുന്നു. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്ന സമയത്ത്, ഇവർ ചങ്ങായിമാരാണല്ലോ, ഹിജ്റ ചെയ്യുന്ന സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അഥവാ ഇനി നീയും നിന്റെ കുടുംബവും മക്കത്ത് വരികയാണെങ്കിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തിരിച്ചും പറഞ്ഞു, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിനക്കോ നിന്റെ കുടുംബത്തിനോ മദീനത്ത് വരേണ്ടി വന്നാൽ ഞാനും പഴയ ചങ്ങാത്തത്തിൻ്റെ പേരിൽ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഗനീമത്ത് സ്വത്തുമായി കുറേ പടയങ്കിയുമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നത്. ഇത് കാണുമ്പം അബ്ദുറഹ്മാൻ ഔഫ് പെട്ടെന്നുണ്ട് ബാക്കിൽ നിന്നൊരു വിളിയൊക്കെ, അബ്ദുല്ലിലാഹ് അബ്ദുല്ലിലാഹ് അബ്ദുല്ലിലാഹ്. തിരിഞ്ഞു നോക്കിയപ്പം ഉമയ്യത്ത് ബിൻ ഖലഫാണ്. ഉമയ്യത്ത് ഓടി വന്നിട്ട്, അല്ലെങ്കിൽ ഉമയ്യത്ത് ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഈ പടയങ്കിയേക്കാൾ ലാഭമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ അത്? നീ എന്നെ തടവുകാരനായി സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വിചാരിക്കാൻ പോലും പറ്റാത്തത്ര ഫിദിയ ഒട്ടകങ്ങൾ നിനക്ക് നൽകാം. അതായത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പാൽ ആവശ്യമില്ലേന്ന്, അതായത് പാല് കറക്കാൻ പറ്റുന്ന അന്നത്തെ ഏറ്റവും മുന്തിയ സമ്പത്തായ ഒട്ടകങ്ങളെ ഞാൻ തരാം. അതുകൊണ്ട് പിന്നെ പടയങ്കികൾ അവിടെ ഇട്ടിട്ട് എന്നെ നീ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തുകൊണ്ടാണ്? രണ്ടുപേരെ ഓൾറെഡി റസൂലുള്ള കൊല്ലാൻ വേണ്ടിയിട്ട് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് മിക്കവാറും ഉമയ്യയെ കൊല്ലാൻ വേണ്ടി റസൂലുള്ള വിധി കൽപ്പിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി തടവുകാരനായിട്ട് ഫിദിയ നൽകിയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. പഴയ ചങ്ങാത്തത്തിൻ്റെ പേരിലും ഇവൻ്റെ സമ്പത്ത് കുറച്ച് മുസ്ലിമീങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയുടെ പേരിലും അബ്ദുറഹ്മാൻ അത് സമ്മതിച്ചിട്ട് കയ്യിലുള്ള പടയങ്കികളൊക്കെ താഴെ ഇട്ട്. പക്ഷെ അബ്ദുറഹ്മാൻ ഔഫിനും അറിയാം സഹാബാക്കൾ കണ്ടാൽ ഇവനെ വെറുതെ വെക്കുക. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാം, അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഇവനൊരു മലയുടെ പിന്നിൽ ഒളിപ്പിച്ച് റസൂലുള്ള തീരുമാനമാക്കുന്നത് വരെ ഇവനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു മലയുടെ പിന്നിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇവനെയും പിടിച്ച്, ഇവനും ഉണ്ട്, ഇവൻ്റെ മോൻ അലിയും ഉണ്ട് കൂട്ടത്തിൽ, ഇവനെയും പിടിച്ച് ഞാൻ മലയുടെ പിന്നിലേക്ക് പോയി. പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാം, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഹാദാ ഉമയ്യത്ത് ബിൻ ഖൽഫ് റഅസുൽ കുഫാർ, കുഫാറുകളുടെ തലയാണ് ഇവൻ. ലാ നജൗതു ഇൻ നജ, ഇന്ന് ഉമയ്യ പിന്നെ വിജയിക്കുകയാണെങ്കിൽ ബിലാൽ എന്ന് വിജയിക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറച്ചങ്ങോട്ട് നടന്നു. ബിലാൽ മുഅദ്ദിൻ നേരെ നടന്ന് പാവങ്ങളായ അൻസാരികൾ ഒരു മജ്ലിസിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമയ്യത്ത് ബിൻ ഖലഫ് ലാ നജൗതു ഇൻ നജ, അത് ഉമയ്യത്ത് ബിൻ ഖലഫാണ്, അവനെന്ന് വിജയിച്ചാൽ ഞാൻ വിജയിച്ചിട്ടില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, ആര് വന്ന് സഹായം ചോദിച്ചാലും സഹായിക്കും. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അവൻ്റെ സഹാബാക്കൾക്ക് വേണ്ടിയും മുഴുവൻ ജീവിതത്തെ അർപ്പിച്ചവരാണ്. ഈ ബിലാൽ റളിയല്ലാഹു അൻഹു സഹായം ചോദിച്ചപ്പം ഈ മജ്ലിസിൽ ഉണ്ടായിരുന്ന മുഴുവൻ അൻസാറുകളും എഴുന്നേറ്റു. അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെയും ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെയും പിന്നാലെ പോകാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാ, ഇവർ വരുന്നത് കേട്ടിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി, പക്ഷേ ഇവരും വിടാൻ ഭാവമല്ല, ഇവരും എൻ്റെ ബാക്കിൽ സ്പീഡിൽ വരാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഓടുന്നതിനിടയിൽ ഇവർ ജോലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവൻ്റെ മകന് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ മകൻ അലിയെ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അവരുമായിട്ട് പിടിച്ച് യുദ്ധം ചെയ്തിട്ട് കുറച്ച് നേരം ജോലി ആയിക്കോട്ടെ, നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാമല്ലോ എന്ന് ചോദിച്ചു. മോനെന്ന് പറഞ്ഞാൽ വലിയ വയസ്സുള്ള ആളാണ്. പക്ഷേ ഈ വന്ന സഹാബാക്കൾ അൻസാരികളും ബിലാൽ റളിയല്ലാഹു അൻഹും ആ മകൻ അങ്ങ് കൊന്നു. വീണ്ടും ഞങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങി. ഉമയ്യത്ത് ബിൻ ഖലഫാണെങ്കിൽ നല്ല പൊണ്ണത്തടിയുള്ള, നല്ല ശരീരമുള്ള, ഓടാൻ കഴിയാത്ത ഒരാൾ. വക്കാന റജുലൻ സഖീലാണ്, തടിയുള്ള ആളാണ്.
അങ്ങനെ ഉമയ്യത്തിന് ഓടാൻ കഴിയുന്നില്ല, ഇവർ ഞങ്ങളെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉമയ്യത്തിനോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഉമയ്യത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ അവനിങ്ങനെ പൊതിഞ്ഞിട്ട് ഞാൻ മുകളിൽ ഇങ്ങനെ കയറി നിന്നു. ഈ സമയമാകുമ്പോഴേക്ക് സഹാബാക്കൾ എൻ്റെ അടുക്കലേക്ക് എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ കൈയിൻ്റെയും കാലിൻ്റെ ഇടയിലോട്ട് അവർ വാളിങ്ങനെ കുത്തിയിട്ട് ചക് 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 കുത്തി 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 എൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും ഇടയിലൂടെ ഉമയ്യത്ത് ബിൻ ഖലഫിനെ വകവരുത്തിയെന്ന് അദ്ദേഹം പറയുക. ആ കുത്തുന്നതിനിടയിൽ ഒരു കുത്ത് എൻ്റെ കാലിലും കൊണ്ട് എൻ്റെ കാലും മുറിവേറ്റുന്നു. റാവി പറയുന്നുണ്ട്, താബിഈ പറയുന്നുണ്ട്, എപ്പോഴൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഞങ്ങളോട് ഈ റിവായത്ത് പറഞ്ഞു തരുമോ അപ്പോഴൊക്കെ കാലിങ്ങനെ പൊന്തിച്ചിട്ട് ആ മുറിവ് ഞങ്ങൾക്ക് കാണിക്കുമായിരുന്നു എന്നാണ് അന്നുണ്ടായ ആ മുറിവ്. അങ്ങനെ വളരെ നിന്ദ്യമായ രീതിയിലാണ് ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി അന്ന് കൊല ചെയ്യപ്പെടുന്നത്. ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്ന് അതിനുശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മക്കയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ റസൂലുള്ളാഹി പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടുക്കൽ പോയപ്പോൾ 5-6 മണിക്കൂറേ കഴിഞ്ഞുള്ളെങ്കിൽ പോലും അവൻ്റെ ശരീരം ഇങ്ങനെ അഴുകാൻ തുടങ്ങിയത്, ഡീകമ്പോസ് അല്ലേ അങ്ങനെ പറയല്ലോ, അഴുകാൻ തുടങ്ങിയത്. ആ 5-6 മണിക്കൂറേ ആയിട്ടുള്ളൂ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവനെടുത്ത് പൊക്കിയെടുത്ത് പൊട്ടക്കിണറ്റിൽ പോലും കൊണ്ടിടാൻ കഴിയുന്നില്ല. പക്ഷേ അവൻ്റെ മേലെ നല്ല വിലപിടിപ്പുള്ള പടച്ചട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചെടുത്താൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ട് കുറച്ച് സഹാബാക്കൾ പോയിട്ട് ഈ അഴുകിയ ബോഡിയിൽ നിന്ന് പടച്ചട്ട ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അവൻ്റെ രക്തവും മാംസവും ഒക്കെ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പോൾ റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, അവനെ വിട്ടേക്ക്, അവിടെ തന്നെ വെച്ചിട്ട് അവൻ്റെ മേലെ കുറച്ച് കല്ലും മണ്ണും ഒക്കെ വാരിയിട്ടിട്ട് അവൻ അവിടെ തന്നെ മൂടിയേക്ക്, അവൻ്റെ ഒരു സാധനം എടുക്കണ്ടെന്ന് പറഞ്ഞു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല പാവങ്ങളെയും അത്രയും അധികം അവൻ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിലുള്ള ശിക്ഷ നൽകിയത്. കഥ തീരുന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ സംഭവം എപ്പം പറയുമ്പോഴും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുമായിരുന്നു, അവരുടെ സ്നേഹം നോക്കണേ, ബിലാൽ മുഅദ്ദിൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നിട്ടും ഈ സംഭവം പറയുമ്പോൾ അവസാനം അദ്ദേഹം ഇപ്രകാരം പറയാറ്, യർഹമുല്ലാഹു ബിലാലൻ, ബിലാലൻ അള്ളാഹു കരുണ ചെയ്യട്ടെ, ദഹബത് അദ്റായി, എൻ്റെ പടച്ചട്ടകളും പോയി, വഫജഅനി ബി അസീറയ്യ, എൻ്റെ 2 തടവുകാരെ വിഷയത്തിൽ ഞാൻ ദുഃഖത്തിലാകുകയും ചെയ്തു. ഞാൻ പടച്ചട്ട ഇട്ടിട്ട് വന്നതെന്തിനാ? ഇവൻ്റെ ഫിദിയ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ. എൻ്റെ പടച്ചട്ടയും പോയി, അതും കിട്ടാണ്ടായി, പക്ഷേ 2 തടവുകാരെയും എനിക്ക് നഷ്ടപ്പെട്ടു. രണ്ടുപേരും തമ്മിൽ പിന്നെ ദേഷ്യമോ വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചതിൽ ഒരു ഭാര്യയുടെ പേര് ഹാല ബിൻത് ഔഫ് എന്നാണ്. എന്താ മനസ്സിലായത്? ഹാല ബിൻത് ഔഫ്, നേരത്തെ പറഞ്ഞ സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അപ്പോൾ ഹാല ബിൻത് ഔഫ് ആരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന ധനികനായ ഉന്നത കുടുംബത്തിൽ പിറന്ന മക്കയിലെ കുബേരന്മാരിൽ ഏറ്റവും വലിയ നേതാവായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ പെങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ ഹാല ബിൻത് ഔഫിനെ ആർക്കാ വിവാഹം ചെയ്തു കൊടുത്തത്? ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനാണ് അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള, നമ്മളാണെങ്കിൽ എന്തായാലും കുലം നോക്കും, ജാതി നോക്കും, നിറം നോക്കും, സൗന്ദര്യം നോക്കും, ഒന്നും നോക്കിയില്ല. ബിലാൽ മുഅദ്ദിൻ എന്ന ആ വ്യക്തിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ആ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും മക്ക മുശ്രിക്കീങ്ങളുടെ വിഷയമല്ല, ഒരു കാഫിറിൻ്റെ വിഷയമല്ല, അതിൻ്റെ പേരിൽ അവർ പരസ്പരം തെറ്റുമായിരുന്നില്ല. പിന്നെ ബദർ യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയണം. എനിക്കിങ്ങനെ നീണ്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഒരുപാട് ചുരുക്കുന്നത്. ഇപ്പം തന്നെ 3-4 ആഴ്ചയായില്ല നമ്മൾ യുദ്ധത്തെക്കുറിച്ച് തന്നെ പറയുന്നതല്ലേ. ഓരോ സഹാബികളും വ്യക്തിപരമായി കാണിച്ച പോരാട്ട വീര്യം, ധൈര്യം അതും അപാരമായിരുന്നു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസം ഞാൻ ഉബൈദത്ത് ബിൻ സഈദ് ബിൻ ആസ് എന്ന് പറഞ്ഞ ഒരു മുശ്രിക്കിനെ കണ്ടു. അവൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി അന അബൂ ദാത്തിൽ കരിഷ്, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തോടുകൂടി കുതിരപ്പുറത്ത് ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ പ്രത്യേകത, അവനെന്താ ഇത്ര അഹങ്കാരം എന്നറിയോ? അവനൊരു പ്രത്യേകതരം വസ്ത്രം ധരിച്ചിരുന്നു, ഇരുമ്പിൻ്റെ, മെറ്റലിൻ്റെ. അതിൻ്റെ പ്രത്യേകത, ആ വസ്ത്രത്തിലൂടെ ഇവൻ്റെ കണ്ണല്ലാതെ വേറെ ഒന്നും പുറത്ത് കാണൂല. അതായത് വേറെ എവിടെ വെട്ടിയാലും ഇവൻ യേശൂല. ഇവനെ വെട്ടണമെങ്കിൽ കൊല്ലണമെങ്കിൽ എവിടെ വെട്ടണം? ആകെ ഈ കണ്ണ് മാത്രമേ പുറത്ത് കാണുള്ളൂ. ബാക്കി മുഴുവനും ഇരുമ്പിൻ്റെ ഒരു പ്രത്യേക വസ്ത്രം കൊണ്ട് ഇവൻ മൂടിയിട്ട് അനബ്നുദാത്തിൽ കരിഷ് എന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടുകൂടി നടക്കുന്നു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തി പോലെ ഒരു ചെറിയ കുന്തത്തിൻ്റെ അമ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിനിടയിൽ ആ അമ്പിൻ്റെ കഷ്ണം എറിഞ്ഞ് കൃത്യം ആ പുറത്ത് കാണുന്ന കണ്ണിലേക്ക് കുത്തുകയും ആ കണ്ണിൽ തുഴഞ്ഞു കയറുകയും അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. 2 കാര്യം ചരിത്രം പറയാം, 2 കാര്യം ശ്രദ്ധിക്കേണ്ട. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൃത്യത. ഇങ്ങനെ വെറുതെ നിന്ന് സഹാബാക്കൾ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു വെച്ച സമയത്ത് എറിഞ്ഞു കൊള്ളിച്ചതല്ലല്ലോ. അയാൾ കുതിരപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സമയത്താണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഈ പിച്ചാത്തി പോലുള്ള സാധനം എറിഞ്ഞ് കൃത്യമായി കൊള്ളിപ്പിക്കുന്നത്. രണ്ടാമത്, ഈ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശക്തി ആലോചിച്ച് നോക്കണം. ആ കുത്തി കയറിയിട്ട് അയാൾ മരിച്ചു വീണു എന്ന് മാത്രമല്ല,
സുബൈർ റളിയല്ലാഹു അൻഹു പറയാം, അതിനുശേഷം ഇത് പുറത്തെടുക്കാൻ വേണ്ടി അവൻ താഴെ വീണിട്ട് എൻ്റെ ഈ പിച്ചാത്തി ഉണ്ടല്ലോ, എൻ്റെ ഈ കുന്തകത്തിൻ്റെ കഷ്ണം, ഇത് പുറത്തെടുക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ മേലെ കാല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കിയെന്നാ. സാധാരണ നമ്മൾ കോടാലിയൊക്കെ മരത്തിൽ ഇങ്ങനെ അടിച്ച് ചിലപ്പോൾ ആഞ്ഞ് തറച്ചു പോയാൽ തിരിച്ചത് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൈ മാത്രം ഇങ്ങനെ ഇളകി വരൂലേ, അതുപോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല. അവസാനം ഞാൻ അതിനെ എൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പുറത്തിറട്ടപ്പോഴേക്കും വഖദ് ഇൻസാന തർഫഹ, അതിൻ്റെ 2 ഭാഗം ഇങ്ങനെ വളഞ്ഞു പോയിന്ന്. അത്രയും മെനക്കെട്ടിട്ടാണ് ഞാൻ അവൻ്റെ ആ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനത്തെ പുറത്തെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, അന്ന് ഉർവ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകൻ പറയാം, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് ആ കുന്തം ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നബി തങ്ങൾ വഫാത്താകുന്നത് വരെ ആ പിച്ചാത്തി കഷ്ണം അല്ലെങ്കിൽ ആ കുന്തത്തിൻ്റെ കഷ്ണം റസൂലുള്ളാഹിൻ്റെ കയ്യിലായിരുന്നു. റസൂലുള്ള വഫാത്തായതിനു ശേഷം ഇദ്ദേഹം തന്നെ തിരിച്ചെടുത്തു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസഅലഹു ഇയ്യാഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅഖദഹ, അബൂബക്കർ ചോദിച്ചു. അബൂബക്കറും അത് ഒരു സൊവനീർ പോലെ, ഒരു ഓർമ്മക്കുറിപ്പ് പോലെ അത് തൻ്റെ അടുക്കൽ സൂക്ഷിച്ചു. അബൂബക്കർ മരിച്ചപ്പോഴും ഇദ്ദേഹം എടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ, അദ്ദേഹവും ചോദിച്ചു, അദ്ദേഹത്തിനും കൊടുത്തു. ഉമർ റളിയല്ലാഹു മരിച്ചപ്പോഴും ഇദ്ദേഹം എടുത്തു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോഴും ചോദിച്ചു കൊടുത്തു. പിന്നെ അലി റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോഴും ചോദിച്ചു കൊടുത്തു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് തൻ്റെ അടുക്കലേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. ആ യുദ്ധത്തിൽ മരിച്ചു, ഷഹാദത്ത് വരിച്ചു. ആ സമയം വരെയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ബദറിൻ്റെ ആ ഓർമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. റളിയല്ലാഹു അൻഹു വറല്ലാഹു, അള്ളാഹു അദ്ദേഹത്തോടൊപ്പം നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയാണ് തടവുകാരുടെ വിഷയം വരുന്നത്. തടവുകാരെ എന്ത് ചെയ്യണമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് മശൂറ ചെയ്തു, തടവുകാരെ എന്ത് ചെയ്യണം. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ പാവങ്ങളല്ലേ, നമ്മുടെ കുടുംബക്കാരനല്ലേ, അവരെ നമ്മൾ വേറൊന്നും ചെയ്യുന്നതിന് പകരം നമുക്ക് ഉപകാരമുള്ള, നമുക്കിപ്പോൾ സമ്പത്തിന് നല്ല ആവശ്യമുണ്ട്, നമ്മൾ നല്ല പട്ടിണിയിലും ദാരിദ്ര്യത്തിലാണുള്ളത്, നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരിത്ര ഒരു ഫിദിയ നിശ്ചയിച്ചിട്ട് ആ പ്രതിഫല തുക നമുക്ക് തന്നാൽ അവരെ നമുക്ക് വെറുതെ വിടാം. സമ്പത്ത് വാങ്ങിച്ചിട്ട്, പൈസ വാങ്ങിച്ചിട്ട് ഫിദിയക്ക് പകരമായിട്ട് നമുക്ക് അവരെ വെറുതെ വിടാം. അതായത് 2 ഉപകാരമുള്ള, ഒന്ന് മുസ്ലിമീങ്ങൾക്ക് സമ്പത്ത് കിട്ടും, 2 നമ്മൾ നമ്മുടെ കുടുംബക്കാരെ തന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അതല്ല അഭിപ്രായം, പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിന് വാള് കൊടുക്കണം, എന്നിട്ട് തടവുകാരിൽപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനെ അലി റളിയല്ലാഹുവിനെ കൊണ്ട് തന്നെ കൊല്ലിപ്പിക്കണം. എനിക്ക് വാള് തരണം, എന്നിട്ട് എൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരനെ ഞാൻ കൊല്ലണം. ഇങ്ങനെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വാള് കൊടുത്തിട്ട് ഓരോരുത്തരെയും തിരിച്ചു കൊല്ലണം. കാരണം ഇത് ഇസ്ലാമിൻ്റെ ആരംഭഘട്ടമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും താന്നു കൊടുക്കാൻ പാടില്ല. എത്രത്തോളം നമുക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉയർച്ച കാണിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി നന്നായി തോന്നിയത് അബൂബക്കറിൻ്റെ അഭിപ്രായമുണ്ട്. നബി തങ്ങൾ അബൂബക്കറിൻ്റെ അഭിപ്രായം സ്വീകരിക്കുകയും ഫിദിയ തന്നാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുകയും ഓരോരുത്തരായിട്ട് ഫിദിയ നൽകി തിരിച്ച് നാട്ടിലേക്ക് പോകാനും തുടങ്ങി. പിറ്റേന്ന് ഉമർ റളിയല്ലാഹു പറയാം, ഞാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഫൈദാ റസൂലുള്ളാഹി വ അബൂബക്കർ ഖായിദൈനി യബ്കിയാനി, 2 പേരും ഇരുന്ന് ഭയങ്കര കരച്ചിൽ. ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അഥവാ നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് കരച്ചിൽ വന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ കരയാം. ഇനി എനിക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിലോ ഞാൻ കരയുന്നത് പോലെ നിങ്ങളുടെ കൂടെ അഭിനയിക്കുകയെങ്കിലും ചെയ്യും. എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ പേരിൽ ഞാൻ തിരഞ്ഞെടുത്ത ആ തീരുമാനത്തിൻ്റെ പേരിലാണ് ഞാൻ കരയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ശിക്ഷ ഈ മരത്തിനേക്കാൾ അടുത്ത രീതിയിൽ എനിക്ക് കാണിച്ചു തന്നു. കാരണം അള്ളാഹുവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു ആരുടെ അഭിപ്രായമായിരുന്നു? ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായ പ്രകാരം അവരെ മുഴുവൻ വധിച്ചു കളയണമെന്നുള്ള തീരുമാനമായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. മാ കാന ലിനബിയ്യിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ്. സൂറത്തുൽ അൻഫാലിൻ്റെ 67 മുതൽ 69 വരെയുള്ള ആയത്തുകളും അതിൻ്റെ വിശദീകരണവും പരിശോധിച്ചാൽ ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അങ്ങനെ അള്ളാഹുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ തീരുമാനം എന്തായിരുന്നു? നിങ്ങൾ ഒരിക്കലും ഒരു നബിയും തടവുകാരെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അനുവാദമില്ല. ഭൂമിയിൽ അള്ളാഹു അവർക്ക് അവകാശം നൽകുന്നത് വരെ ആദ്യഘട്ടത്തിൽ ഒരിക്കലും തടവുകാരുണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ. പക്ഷേ പിന്നീട് അവസാനത്തെ ആയത്തിൽ പിന്നെ ഫകുലു മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബ, നിങ്ങൾ ഇപ്രകാരം തടവുകാരിൽ നിന്ന് എടുത്ത സമ്പത്ത് സ്വീകരിച്ചോളൂ, തിന്നോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ അത് മാപ്പാക്കി തന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്, പുറത്തു കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആരുടെ അഭിപ്രായത്തിലായിരുന്നു ഖുർആൻ ഇറങ്ങിയത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. പക്ഷെ ആദ്യമേ തീരുമാനിച്ചതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായ പ്രകാരമായിരുന്നു തടവുകാരോട് പെരുമാറിയത്. ഏകദേശം സമയമായി തോന്നല്ലേ? ഇത് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. തടവുകാരിൽ ഒരുപാട് ആളുകൾ, പ്രധാനികളായ ആളുകളുണ്ടായിരുന്നു. തീരെ താല്പര്യമില്ലാതെ പങ്കെടുത്തവരുണ്ടായിരുന്നു, താല്പര്യത്തോടു കൂടി പങ്കെടുത്തവരുണ്ടായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതെ പങ്കെടുത്ത ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു അതിനു മുമ്പ് പറയാനുള്ളത്, ഈ തടവുകാരെ തിരിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്ന സമയത്ത്
റസൂലുള്ള അറിയാതെ അവരോടൊരു വാക്ക്, അറിയാതല്ല, റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് ആരോടാ? നമ്മൾ നേരത്തെ പറഞ്ഞ അധിക പേരും ആരായിരുന്നു യുദ്ധത്തിലുണ്ടായിരുന്നത്? പാവങ്ങളായ അൻസാരികളാണ്. റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞു, ഇസ്തൗസൂ ബിഹിം ഖൈറ, നിങ്ങൾ ഈ തടവുകാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കല്ല് എന്ന് പറഞ്ഞു. സഹാബാക്കൾ പറയാം, തടവുകാരായ പലരും ഒന്ന് പറയാം, അന്നത്തെ അബുൽ ആസിബിൻ റബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭർത്താവ് അബുൽ ആസിബിൻ റബി, അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല, മുശ്രിക്കുകളുടെ കൂടെ നിർബന്ധപൂർവ്വം യുദ്ധത്തിന് വരേണ്ടി വന്ന അദ്ദേഹം പറയാ, ഈ വസിയത്ത് കിട്ടിയതിന് ശേഷം സഹാബാക്കൾ അൻസാറുകൾ മുഴുവനും മാറി. ഞാൻ കുറച്ച് അൻസാറുകളുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ജസാഹുമുല്ലാഹു ഖൈറ, അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. കുന്ന ഇദാ തഅശൈന ഔ തഗദ്ദൈന ആസറൂനി ബിൽ ഖുബ്സി വഅകലു വതമ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉച്ചക്കോ രാത്രിയോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവരുടെ അടുക്കലുണ്ടായിരുന്ന ഖുബ്സ്, റൊട്ടി കഷ്ണങ്ങൾ എനിക്ക് നൽകുമായിരുന്നു, അവർ ഈത്തപ്പഴം തിന്ന് വിശപ്പടക്കുമായിരുന്നു. കാരണം റസൂലുള്ളാഹിന്റെ ഒറ്റ വാക്ക, ഇസ്തൗസൂ ബിഹിം ഖൈറ, തടവുകാരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണേ എന്ന്. എന്നിട്ട് അദ്ദേഹം വൽ ഖുബ്സു മഅഹും ഖലീൽ, റൊട്ടി കഷ്ണം അവരുടെ അടുത്ത് കുറയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഹത്ത ഇന്ന റജുല ലതഖഉ ഫി യദിഹി കിസ്റതൻ ഫയദ്ഫഉഹാ ഇലൈ, ചിലപ്പോൾ ഒരാളുടെ അടുക്കൽ ആകെ ഉണ്ടാകുന്നത് ഒരു ചെറിയ റൊട്ടിയുടെ ഒരു കഷ്ണം മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും അവൻ തിന്നാതെ അതെനിക്ക് തരുമായിരുന്നു എന്നാണ്. വലീദ് മുഗീറ എന്ന് പറഞ്ഞ വേറൊരാൾ പറയുന്നുണ്ട്, ഇതിനും അപ്പുറം അൻസാറുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഈ വസിയത്തുള്ളത് കൊണ്ട് അവർ ഞങ്ങളെ ഒട്ടകപ്പുറത്തിരുത്തി യാത്ര ചെയ്യിപ്പിക്കുമായിരുന്നു, അവർ താഴെ ഒട്ടകത്തിൻ്റെ താഴെ കയറും പിടിച്ച് നടക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഇത് ഭയങ്കര എഫക്റ്റ് ആക്കിയെന്ന. ബാക്കിയുള്ള മുശ്രിക്കീങ്ങളിൽ അവർ തിരിച്ചു പോയിട്ട് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും ഒക്കെ ഈ വിശാല മനസ്കതയെക്കുറിച്ച് പറയുകയും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇതേ കാഴ്ച തന്നെയാണ് 1400 വർഷങ്ങൾക്ക് ശേഷം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതും അല്ലേ. അത് അവർക്ക് അവിടുന്ന് ആ ഊർജ്ജം കിട്ടിയത് പണ്ടത്തെ ഈ ബദറിലും മറ്റുമുള്ള സംഭവത്തിൽ നിന്നാണ് അവർക്ക് ആ ഊർജ്ജം കിട്ടിയത് അല്ലേ. എത്ര സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടാണ് മുസ്ലിം തടവറകളിൽ കഴിഞ്ഞ ജയിൽവാസികൾ യാത്രയായത് അല്ലെ. എത്ര നല്ല രീതിയിലാണ് മുസ്ലിമീങ്ങൾ അവരെ യാത്രയാക്കിയത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മറിച്ച് ബദറിൻ്റെ അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനും തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറയാ, ഇസ്തൗസൂ ബിൽ ഉസാറ ഖൈറൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതോടുകൂടി അവർ എന്ത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാലും അവർ ഈത്തപ്പഴം തിന്നിട്ട് എനിക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ വസ്തുക്കൾ തരുമായിരുന്നു എന്ന് അദ്ദേഹം പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ, അതുപോലെ അവരുടെ കൂട്ടത്തിൽ നമ്മയും കബൂലാക്കുമാറാകട്ടെ. ഇനി നമുക്ക് തടവുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എത്ര മണിക്കാണ്? 43 വാങ്ങ്, 43 വാങ്ങ്, നിർത്താം ഇൻഷാ അല്ലാഹ്. ഇത്രയും വേഗം നിർത്തുന്നത് പെട്ടെന്ന് ഒളെടുത്ത് വന്ന് പള്ളിയിൽ കയറി നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടിയാണ്. നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പ്രത്യേക കൂലിയുണ്ട്. നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ നമസ്കാരത്തിൽ തന്നെയാണ്, മലക്കൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ആഴ്ചകളിൽ നമുക്ക് എടുക്കാം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവും തടവുകാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം മോചിതനാകുന്ന സംഭവമൊക്കെ വളരെ രസകരമായ സംഭവം, അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയണം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.